നമസ്കാരം, എല്ലാവർക്കും മൈ നോട്ട് ബുക്കിലേക്ക് സ്വാഗതം. കേരള PSCയുടെ അടുത്ത് നടന്ന യോഗ തീരുമാനങ്ങളാണ് പറയാൻ പോകുന്നത്. അപ്പോൾ ആദ്യം തന്നെ നീന്തൽ പരീക്ഷ ഫയർ ആൻഡ് റെസ്ക്യൂ സർവീസസ് വകുപ്പിൽ ഫയർ ആൻഡ് റെസ്ക്യൂ ഓഫീസർ ട്രെയിനി കാറ്റഗറി നമ്പർ 188/2023, വുമൺ ഫയർ ആൻഡ് റെസ്ക്യൂ ഓഫീസർ കാറ്റഗറി നമ്പർ 312/2023, കാറ്റഗറി നമ്പർ 287/2023, 288, 289, 290 ഇതെല്ലാം NCA കാറ്റഗറിയാണ്. ഇതിലേക്ക് ഡിസംബർ 9 മുതൽ 23 വരെ തൃശൂർ കേരള ഫയർ ആൻഡ് റെസ്ക്യൂ സർവീസസ് അക്കാദമിയിൽ തൃശൂർ വിയ്യൂർ ഗവൺമെന്റ് എഞ്ചിനീയറിംഗ് കോളേജിന് സമീപമാണ് ഈ ഒരു ഫയർ ആൻഡ് റെസ്ക്യൂ സർവീസസ് അക്കാദമി. അവിടെ വെച്ച് നീന്തൽ പരീക്ഷ നടത്തുന്നതാണ്. നീന്തൽ പരീക്ഷയിൽ വിജയിക്കുന്നവർക്ക് അന്നേ ദിവസം സർട്ടിഫിക്കറ്റ് പരിശോധനയും നടത്തുന്നതാണ്. ഇനി അടുത്തത് പ്രമാണ പരിശോധന. പൊതുമരാമത്ത് ജലസേചന വകുപ്പിൽ ഓവർസിയർ ഗ്രേഡ് 2 അല്ലെങ്കിൽ ഡ്രാഫ്റ്റ്സ്മാൻ ഗ്രേഡ് 2 ഇലക്ട്രിക്കൽ കാറ്റഗറി നമ്പർ 186/2023 തസ്തികയിലേക്ക് 2024 ഡിസംബർ 10 PSC ആസ്ഥാന ഓഫീസിൽ വെച്ച് പ്രമാണ പരിശോധന നടത്തും. ഇതിനുള്ള പ്രൊഫൈൽ സന്ദേശം SMS ഒക്കെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ പൊതുമരാമത്ത് ജലസേചന വകുപ്പിൽ ഓവർസിയർ ഗ്രേഡ് 2, ഡ്രാഫ്റ്റ്സ്മാൻ ഗ്രേഡ് 2 ഇലക്ട്രിക്കലാണ് ഇതിൻ്റെ സർട്ടിഫിക്കറ്റ് വെരിഫിക്കേഷനാണ് നടക്കുന്നത്. കൂടാതെ സാങ്കേതിക വിദ്യാഭ്യാസ വകുപ്പിൽ ട്രേഡ്സ്മാൻ കമ്പ്യൂട്ടർ എഞ്ചിനീയറിംഗ് കാറ്റഗറി 426/2023 ആണ്. ഡിസംബർ 10 PSC ആസ്ഥാന ഓഫീസിൽ വെച്ച് പ്രമാണ പരിശോധന ഉള്ളത്. ഇനി OMR പരീക്ഷ വ്യാവസായിക പരിശീലന വകുപ്പിൽ ജൂനിയർ ഇൻസ്ട്രക്ടർ ഇൻ ഫ്രണ്ട് ഓഫീസ് അസിസ്റ്റന്റ് കാറ്റഗറി നമ്പർ 652/2023, അതിലേക്ക് 2024 ഡിസംബർ 12 രാവിലെ 7:15 മുതൽ 9:15 വരെയാണ് OMR എക്സാം. ഇനി വ്യാവസായിക പരിശീലന വകുപ്പിൽ ജൂനിയർ ഇൻസ്ട്രക്ടർ ഇൻസ്ട്രുമെന്റ് മെക്കാനിക് കാറ്റഗറി നമ്പർ 662/2023, അത് വരുന്നത് ഡിസംബർ 13 രാവിലെയാണ് എക്സാം. ഇനി വിവിധ വകുപ്പുകളിൽ ക്ലർക്ക് തമിഴ് ആൻഡ് മലയാളം നോയിങ് ആ ഒരു സെക്ഷൻ അല്ലെ ആ ഒരു കാറ്റഗറി ആയിരുന്നു. നേരിട്ടുള്ളതും തസ്തിക മാറ്റം മുഖേനയുള്ള രണ്ടും ഉണ്ടായിരുന്നു. 598, 599/2023 ആയിരുന്നു കാറ്റഗറി നമ്പർ. 2024 ഡിസംബർ 14 ഉച്ചയ്ക്ക് ശേഷം 1:30 മുതൽ 3:15 വരെയാണ് OMR പരീക്ഷ. അപ്പോൾ ഇതിൻ്റെ എല്ലാം അഡ്മിഷൻ ടിക്കറ്റ് നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്യാം. ഇനി അടുത്ത ഒരു കാര്യം പറഞ്ഞിരിക്കുന്നത്, ഇത് 4-ാം തീയതിയിലെ മീറ്റിംഗ് തീരുമാനങ്ങളാണ്. കേര കർഷക സഹകരണ ഫെഡറേഷൻ ലിമിറ്റഡിൽ, അതായത് കേരഫെഡിൽ അസിസ്റ്റന്റ് മാനേജർ എക്സ്റ്റൻഷൻ ആൻഡ് പ്രൊക്യൂർമെന്റ് പാർട്ട് 1 ജനറൽ കാറ്റഗറി 183 കാറ്റഗറി നമ്പർ. ഡിസംബർ 11, 12 തീയതികളിലാണ് അതിൻ്റെ അഭിമുഖം അഥവാ ഇന്റർവ്യൂ നടത്തുന്നത്. അപ്പോൾ അതിനുള്ള ഇൻഫർമേഷൻ പ്രൊഫൈലിലും അതുപോലെ SMS കിട്ടാത്തവരുണ്ടെങ്കിൽ ഈ ഒരു നമ്പറിൽ കോൺടാക്ട് ചെയ്യേണ്ടതാണ്. അടുത്തത് ഗവൺമെന്റ് ഹോമിയോപ്പതി മെഡിക്കൽ കോളേജുകളിൽ പ്രൊഫസർ പാത്തോളജി ആൻഡ് മൈക്രോബയോളജി, അത് 627 കാറ്റഗറി നമ്പർ. അടുത്തത് അസോസിയേറ്റ് പ്രൊഫസർ ഹോമിയോപ്പതിക് ഫാർമസി ഉണ്ട് 175, ഫോറൻസിക് മെഡിസിൻ ആൻഡ് ടോക്സിക്കോളജി 169, അനാട്ടമി 176, കേസ് ടേക്കിംഗ് ആൻഡ് റിപ്പർട്ടോറൈസേഷൻ വരുന്നത് 171. ഇതിലേക്കെല്ലാം ഡിസംബർ 11 PSC ഓഫീസിൽ വെച്ചിട്ട് അഭിമുഖം നടത്തുന്നത്. ഇനി ഉദ്യോഗാർത്ഥികൾക്കുള്ള പ്രൊഫൈൽ സന്ദേശം ലഭിക്കാത്തവരാരെങ്കിലും ഉണ്ടെങ്കിൽ ഈ നമ്പറിൽ കോൺടാക്ട് ചെയ്യാം. മെഡിക്കൽ വിദ്യാഭ്യാസ വകുപ്പിൽ അസിസ്റ്റന്റ് പ്രൊഫസർ ഇൻ പെരിയോഡോണ്ടിക്സ്, അതിൽ 351 കാറ്റഗറി വരുന്നത്. നവംബർ 11, 12 തീയതികളിൽ, അതായത് നവംബറിലെ ആയിരുന്നു അഭിമുഖം നടത്തുമെന്ന് പറഞ്ഞിരിക്കുന്നത്. ഉദ്യോഗാർത്ഥികളിലെ ഇപ്പം ഇതിൽ നമുക്ക് ഡിസംബറിലെയാണ് ഈ ഡേറ്റ് പറഞ്ഞിരിക്കുന്നത്, മിസ്റ്റേക്ക് ആയിരിക്കാം. ഡിസംബർ 11, 12 തീയതികളിലാണ് അതിൻ്റെ നടക്കാൻ പോകുന്നത്. കൂടാതെ വർക്ക്ഷോപ്പ് ഇൻസ്ട്രക്ടർ ഡെമോൺസ്ട്രേറ്റർ ഇൻ പ്രിന്റിംഗ് ടെക്നോളജി 182 വരുന്നത്. ഡിസംബർ 11, 12 തീയതികളിൽ PSCയുടെ ആസ്ഥാന ഓഫീസിൽ വെച്ച് അതിൻ്റെയും അഭിമുഖമുണ്ട്. തൃശൂർ ജില്ലയിൽ ഇൻഷുറൻസ് മെഡിക്കൽ സർവീസസിൽ സ്റ്റാഫ് നഴ്സ് ഗ്രേഡ് 2, അതിലേക്ക് ഡിസംബർ 11, 12, 13 അതിലാണ് അഭിമുഖം നടത്തുന്നത്. അപ്പം ഇതെല്ലാം ഒരേ സെയിം ഡേറ്റിൽ തന്നെയാണ് വന്നിരിക്കുന്നത്. ഇനി ലെക്ചർ ഇൻ ഓട്ടോമൊബൈൽ എഞ്ചിനീയറിംഗ് വരുന്നുണ്ട് ഗവൺമെന്റ് പോളിടെക്നിക്കുകളിലേക്ക് 250/2022 അതിൻ്റെ സെക്കൻഡ് സ്റ്റേജ് ഇന്റർവ്യൂ ആണ് വരുന്നത്. ഡിസംബർ 11 PSC ഓഫീസിൽ വെച്ച് നടത്തുന്നതാണ്, ആസ്ഥാന ഓഫീസിൽ വെച്ചാണ് നടത്തുന്നത്. ഇനി കേരള സ്റ്റേറ്റ് സിവിൽ സപ്ലൈസ് കോർപ്പറേഷൻ ലിമിറ്റഡിൽ ജൂനിയർ മാനേജർ ക്വാളിറ്റി അഷുറൻസ് കാറ്റഗറി നമ്പർ 308,
കോൺഫിഡൻഷ്യൽ അസിസ്റ്റന്റ് ഗ്രേഡ് 2 കാറ്റഗറി നമ്പർ 262. ഇതിലേക്കെല്ലാം ഡിസംബർ 11 PSC ആസ്ഥാന ഓഫീസിൽ വെച്ച് അഭിമുഖം നടത്തും. പ്രൊഫൈൽ സന്ദേശ SMS ഒക്കെ അയച്ചിട്ടുണ്ട്. ഇനി ഇൻഷുറൻസ് മെഡിക്കൽ സർവീസസ് വകുപ്പിൽ അസിസ്റ്റന്റ് ഇൻഷുറൻസ് മെഡിക്കൽ ഓഫീസർ 494/2023 ആണ്. അതിൻ്റെ ആദ്യത്തെ സ്റ്റേജ് ഇൻ്റർവ്യൂ ഡിസംബർ 11, 12, 13 പിന്നെ 18, 19, 20 തീയതികളിലാണ് നടത്തുന്നത്. അതിൻ്റെയും ഇൻഫോർമേഷൻ ലഭിക്കാത്തവർ ഈ ഒരു കോൺടാക്ട് നമ്പറിൽ കോൺടാക്ട് ചെയ്യേണ്ടതാണ്. ഇനി പാലക്കാട് ജില്ലയിൽ ഇൻഷുറൻസ് മെഡിക്കൽ സർവീസസ് വകുപ്പിൽ സ്റ്റാഫ് നഴ്സ് ഗ്രേഡ് 2 കാറ്റഗറി നമ്പർ 302 ആണ്. അതും 11, 12, 13 തീയതികളിലാണ് അഭിമുഖം നടക്കുന്നത്. അത് പാലക്കാട് ജില്ലാ ഓഫീസിൽ വെച്ചിട്ട് PSC ഓഫീസിൽ വെച്ചിട്ടാണ് നടക്കുന്നത്. ഇനി നമ്മൾ നേരത്തെ പറയാതിരുന്ന മറ്റൊരു മീറ്റിംഗ് തീരുമാനമാണിത്. അതായത് സാധ്യതാ പട്ടിക പ്രസിദ്ധീകരിക്കുന്നത്, അതുപോലെ ചുരുക്ക പട്ടിക, റാങ്ക് ലിസ്റ്റ് പ്രസിദ്ധീകരിക്കുന്ന നോക്കാം. അപ്പോൾ പ്രോബബിലിറ്റി ലിസ്റ്റ് വരുന്നത് കാർഷിക വികസന കർഷകക്ഷേമ വകുപ്പിൽ അഗ്രികൾച്ചറൽ അസിസ്റ്റന്റ് ഗ്രേഡ് 2 നേരിട്ടുള്ള നിയമനമുണ്ട്, തസ്തിക മാറ്റമുണ്ട്. 528, 529 ഇതാണ് കാറ്റഗറി നമ്പർ 2023 ഇനി അടുത്തത് ചുരുക്കപ്പട്ടിക ഷോർട്ട് ലിസ്റ്റ് വരുന്നത് സാമൂഹ്യനീതി വകുപ്പിൽ പ്രൊബേഷൻ ഓഫീസർ ഗ്രേഡ് 2 577, കേരള പോലീസ് സർവീസസിൽ ഫോറൻസിക് സയൻസ് ലബോറട്ടറി സയന്റിഫിക് ഓഫീസർ ബയോളജി കാറ്റഗറി നമ്പർ 634, വ്യാവസായിക പരിശീലന വകുപ്പിൽ ജൂനിയർ ഇൻസ്ട്രക്ടർ ഡിജിറ്റൽ ഫോട്ടോഗ്രാഫർ കാറ്റഗറി നമ്പർ 650, മൃഗസംരക്ഷണ വകുപ്പിൽ അസിസ്റ്റന്റ് എഞ്ചിനീയർ ബയോമെഡിക്കൽ പട്ടികജാതി പട്ടികവർഗം കാറ്റഗറി നമ്പർ 506. ഇനി റാങ്ക് ലിസ്റ്റ് വരുന്നത് കേരള സംസ്ഥാന ജലഗതാഗത വകുപ്പിൽ കൂലി വർക്കർ കാറ്റഗറി നമ്പർ 493/2022, അതുപോലെ 734/2022 OBC കാറ്റഗറിയിലേക്ക് വന്നിരിക്കുന്നതാണ്. ഇതിൻ്റെ റാങ്ക് ലിസ്റ്റ് പ്രസിദ്ധീകരിക്കും. അപ്പം ഇത്രയാണ് പ്രധാനപ്പെട്ട യോഗ തീരുമാനങ്ങൾ. അപ്പം നമ്മൾ അടുത്ത് വന്ന എല്ലാ യോഗ തീരുമാനങ്ങളും കൺസോൾട്ടേറ്റ് ചെയ്ത് ഒരുമിച്ചാണ് പറഞ്ഞിരിക്കുന്നത്. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്. ഈ ഒരു ഇൻഫോർമേഷൻ മറ്റുള്ളവരിലേക്കും പാസ് ചെയ്ത് കൊടുക്കുക. താങ്ക്